ഹലോ എവ്രി വൺ, അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. സോ ദാറ്റ് മീൻസ് ഫുൾ മൂൺ റിച്വൽസ് എല്ലാ പ്രേക്ഷകരും ചെയ്യേണ്ടതാണ്, പെർട്ടിക്കുലർലി റിലീസിങ് റിച്വൽസ്. സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷമമുണ്ടോ ഓർ നിങ്ങൾക്ക് ശരിയാവാത്ത കാര്യങ്ങൾ, ശരിയാവാത്ത ആൾക്കാരുണ്ടോ, ഓക്കെ, അതൊക്കെ ഇന്നത്തെ ദിവസം റിലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ ചെയ്യേണ്ട കാര്യം, ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ വിഷമങ്ങൾ എഴുതുക. ഓക്കെ, എന്ത് വിഷമം ആയിക്കോട്ടെ, ഇപ്പം നിങ്ങൾ എന്താണോ നേരിടുന്നത്, ഓക്കെ, അത് മാനസികമാകാം, ഫിസിക്കലാകാം, നിങ്ങളുടെ സ്ട്രെസ് ആകാം, അല്ലെങ്കിൽ ഏറെ വർക്ക് ചെയ്തിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ലാതാകാം. സോ എന്ത് കാര്യമാണോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതൊരു വെള്ള പേപ്പറിൽ എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കളറിലെ സ്കെച്ച് പെൻ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ, കറുത്ത കളറിലെ പെൻ എടുത്തിട്ട് അതിൽ വലിയൊരു ക്രോസ് ഇടുക. ഓക്കെ, എക്സ് എഴുതത്തില്ലേ, ഇംഗ്ലീഷ് ആൽഫബറ്റ് എക്സ്, അത് നിങ്ങൾ എഴുതിയതിൻ്റെ മണ്ടയ്ക്ക് വരയ്ക്കുക. ദാറ്റ് മീൻസ് നിങ്ങളത് ക്യാൻസൽ ചെയ്യുകയാണ്. പറയുമ്പോൾ, ദാറ്റ് ഈസ് ഇത് ചെയ്യുന്ന സമയത്ത് പറയുക, കട്ട് ക്യാൻസൽ റിലീസ്, കട്ട് ക്യാൻസൽ റിലീസ്. ദാറ്റ് ഈസ് ഈ വിഷമങ്ങൾ ഞാൻ റിലീസ് ചെയ്യുന്നു. ആൻഡ് എൻ്റെ ഇത് ഞാൻ പറയുമ്പോൾ, കട്ട് ക്യാൻസൽ റിലീസ് പറയുമ്പോൾ ടൈമിംഗ് 111 ആയിരുന്നു. ഓക്കെ, സോ ഇറ്റ്സ് എ ഡിവൈൻ ടൈമിംഗ്. ഇത് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേപ്പർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കീറിക്കളയുക. കീറിക്കളഞ്ഞു കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ കത്തിച്ച് കളയൂ. കത്തിച്ച് കളയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ വാഷ് ബേസിനിൽ വെള്ളം ഒഴിച്ച് അത് കളയൂ. ഓക്കെ, ഓർ ഫ്ലഷ് ചെയ്ത് കളയൂ. എന്താണോ നിങ്ങൾക്ക് ഈസി അത്. കത്തിച്ച് കളയുന്നവർ കത്തിച്ച് കഴിഞ്ഞിട്ട് വരുന്ന ആഷസും നിങ്ങൾ വാഷ് ബേസിൻ അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്ത് കളയേണ്ടതാണ്. ഓക്കെ, സോ ഈ പറയുന്ന ഈ ഒരു റിച്വൽ ഇത് വളരെ ഇഫക്റ്റീവാണ്. ഓക്കെ, അല്ലാതെ ക്യാൻഡിൽ റിച്വലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യുക. കമൻറ്റ് സെക്ഷൻ ഇന്നത്തെ ദിവസം ഇഫ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഐ മീൻ നോട്ട് ബി ഏബിൾ ടു പ്രൊവൈഡ് ദി ആൻസർ. കാരണം കമൻറ്റ് വായിക്കാനുള്ള സമയം ഇന്ന് എനിക്ക് ലഭിക്കുമെന്ന് എനിക്കറിയില്ല. ഓൾ റൈറ്റ്, സോ ലെറ്റ് സ്റ്റാർട്ട്. ഇന്നത്തെ ദിവസം എങ്ങനെയാണ്? സോ പ്രേക്ഷകർ ഇന്ന് ശ്രദ്ധിക്കേണ്ടത്, കിട്ടിയ കാർഡ്സ് ആണ് ഏസ് ഓഫ് സ്വോർഡ്, സെവൻ ഓഫ് സ്വോർഡ്, ജസ്റ്റിസ് ആൻഡ് നയൻ ഓഫ് സ്വോർഡ്സ്. ഓക്കെ, സോ ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് ഏറെ കാര്യങ്ങൾ മനസ്സിലാവും. ചില പ്രേക്ഷകർക്ക് അവരുടെ കർമ്മ റിലേറ്റഡ് ഇഷ്യൂസ് ഇന്ന് ലഭിക്കുന്നു എന്നല്ല, ബട്ട് നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിരുന്നു. ആൻഡ് ചില പ്രേക്ഷകർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് എത്ര നൈവ് ആയിരുന്നു നിങ്ങൾ, നൈവ് ഇൻ ദ സെൻസ് വളരെ വളരെ ഇന്നസെൻറ്റ്, പഞ്ചപാവം എന്ന് പറയില്ലേ, ആ ഒരു വ്യക്തിത്വത്തിൽ ആയിരുന്നു. ആൻഡ് അതുകൊണ്ടും പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്നത് പറയുന്നുണ്ട്. ബട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ജസ്റ്റിസ് ലഭിക്കുമ്പോഴും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകും എന്നെനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ന്യായം നിങ്ങൾക്ക് വരുന്നുണ്ട് ഇന്നത്തെ ദിവസം. പക്ഷേ ആ ന്യായം കിട്ടിയാലും ആ ന്യായം നിങ്ങളുടെ കൂടെ നടന്ന ബുദ്ധിമുട്ടുകൾക്ക് ന്യായമല്ല എന്നതാണ് ചില പ്രേക്ഷകർക്ക് തോന്നുക. ഓക്കെ, ദാറ്റ് മീൻസ് ആ ഒരു ലെവലിലല്ലായിരിക്കും ന്യായം ലഭിക്കുന്നത്. ബട്ട് മനസ്സിലാക്കൂ, ന്യായം സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക, കാരണം ഇനിയും നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതാണ്. ഓൾ റൈറ്റ്, ആൻഡ് ബിലീവ് ഇൻ ദി ഇമ്പോസിബിൾ. ഇന്ന് ഫുൾ മൂൺ ആണ് ആൻഡ് കിട്ടിയിരിക്കുന്നത് ഫുൾ മൂണിൻ്റെ തന്നെ പിക്ചറാണ്. ഓക്കെ, സോ ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. നിങ്ങൾക്ക് ന്യായം ലഭിക്കും, നിങ്ങളുടെ കാര്യങ്ങൾ നേരെയാകും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കും. ബട്ട് ദ തിങ് ഈസ്, ഏറെ ബ്ലോക്കേജസ് ഉണ്ട്. ആൻഡ് ബ്ലോക്കേജസ് എല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ട്. ബിക്കോസ് ഏറെ ടെൻഷൻ, ഏറെ സ്ട്രെസ്, കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാൻ പറ്റിയിട്ടില്ല, ഫോർഗിവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഇതൊക്കെ ബ്ലോക്കേജസ് ആണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. സോ ഈ ബ്ലോക്കേജസ് മാറി തുടങ്ങും. ഓക്കെ, സമയമെടുക്കും. എപ്പോൾ മാറി തുടങ്ങും, അന്നേരം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും വന്നു തുടങ്ങും. അതുകൊണ്ടാണ് ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ പറഞ്ഞിരിക്കുന്നത്. ഷോ ദ വേൾഡ് റിയൽ യു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രേക്ഷകർ അഡ്വർടൈസ് ചെയ്യേണ്ടതാണ്, ആൾക്കാരെ അറിയിക്കേണ്ടതാണ്. നിങ്ങളുടെ ജോലിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കൂ. അത് റിലേഷൻഷിപ്പിലാണ് കൂടുതൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ റിലേഷൻഷിപ്പിനെ ഇത്രയും കൂടി മെച്യൂർ ആക്കൂ. ദാറ്റ് ഈസ് ഇഫ് പല പ്രേക്ഷകർക്കും നിങ്ങൾ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കപ്പെടുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നിങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവർ നിങ്ങളെ വാട്ട് ടു സേ, നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വ്യക്തമാക്കൂ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ്
നിങ്ങളുടെ അപ്രിസിയേഷൻ, നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്തോരം ഉണ്ട് എന്നതും കൂടി പറയുക. ഓക്കെ, പറയേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ജോലിപരമായിട്ട് ചെയ്യുന്ന പ്രേക്ഷകർക്കും നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ ഏറെ നൽകുക. ആൻഡ് എത്ര നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയെ പറ്റി ആൾക്കാരെ അറിയിക്കാൻ പറ്റും അത് ചെയ്യുക. ബിക്കോസ് അത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വരുന്നത് ഈ സ്വേർഡ്സിലെ അറേഞ്ച്മെൻറ്റിലാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങൾ ഐ ഫീൽ ദാറ്റ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ബട്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ ഷുവർ. ബട്ട് എവിടെയോ ഈ സ്വേർഡ്സ് എയറിലാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഓർ മിസ്അണ്ടർസ്റ്റാൻഡിങ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഇഫ് ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദാറ്റ് ഈസ് ആ റിലേഷൻഷിപ്പ് സംസാരിച്ചാൽ നേരെയാക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗോ അഹെഡ്, അവിടെ സംസാരിച്ച് നേരെയാക്കും. ബിക്കോസ് അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ബട്ട് ഏത് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ ഉറപ്പിക്കൂ ആൻഡ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുക. ഓക്കെ, അതാണ് ഇവിടെ ഗൈഡൻസ് വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ആൻഡ് ഇത് നമ്മുടെ 7 ചക്ര ടവറാണ്. എൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. 2 പീസേ ഉള്ളൂ. 7 ചക്ര ടവർ പല ഗുണങ്ങളുള്ളതാണ്. വേണ്ട പ്രേക്ഷകർക്ക് സെയിൽസ് ടീമിനോട് സംസാരിക്കാം, മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ എന്നെ എഴുതി അറിയിക്കുക. ഓക്കെ, ഇഫ് എനിക്ക് പറ്റുമെങ്കിൽ ഇന്ന് കമൻറ്റ് സെക്ഷൻ ഞാൻ നോക്കുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതാണ്. നൗ ഇൻ ഫുൾ മൂൺ എനർജി ഇന്ന് തൊട്ട് 3 ദിവസം വരെയുണ്ട്. സോ ഡോണ്ട് വറി. ഇഫ് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയില്ല, ഫുൾ മൂൺ റിച്ചെങ്കിൽ നാളെ ചെയ്യൂ, ഇല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യൂ. Okay guys, so all the best.